അമരവാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കർക്കിടക മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഇനി നമുക്ക് രാമായണ പുണ്യകാലമായിട്ടാണ് ആചരിക്കാനുള്ളത്. രാമായണ പാരായണവും കഥാകഥനവുമൊക്കെയായി ഒരു മാസത്തോളം എല്ലാവരും ഭക്തിയുടെയും ധർമ്മബോധത്തിൻ്റെയും ഒരു വിശകലനം തന്നെ ഈ രാമായണ കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തിയിലപ്പുറം ധർമ്മബോധത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയായിട്ടാണ്, ഒരു മൂർത്തി രൂപമായിട്ടാണ് രാമായണത്തെയും രാമനെയും നാം കാണേണ്ടത്. കഥയിലപ്പുറം, ഭക്തിയിലപ്പുറം ഇതിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇന്നത്തെ വർത്തമാനകാല ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ പ്രായോഗികമായിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് അതിനോട് നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഒരു കഥ വായിച്ചു പോയി അതിനോടൊരു ഭക്തിയും വിശ്വാസവും ജനിപ്പിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ, ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല. രാമായണം എന്ന ആ ഒരു ഗ്രന്ഥം പച്ചയായ ജീവിത യാഥാർത്ഥ്യമാണ് വരച്ച് കാണിക്കുന്നത് എന്നുള്ളതാണ്. ആ പച്ചയായ ജീവിത യാഥാർത്ഥ്യം വരച്ച് കാണിച്ചത് കൊണ്ട്, സത്യസന്ധമായി അത് എഴുതി പിടിപ്പിച്ചതുകൊണ്ട് ആണ് അതിനെ വിമർശിക്കാനും തെറ്റുകുറ്റങ്ങൾ അതിൽ കാണാനും നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. വേണമെങ്കിൽ അത് എഴുതിയ ആ ഋഷീശ്വരന് പല മാറ്റങ്ങളൊക്കെ വരുത്തി സീതയെ കാട്ടിലയക്കാതെ നമുക്ക് പ്രയാസകരമായിട്ടുള്ള, സങ്കടകരമായിട്ടുള്ള പല കാര്യങ്ങളും അതിൽ നിന്ന് മാറ്റി അതിനെ വേറെ ചില മാനങ്ങളൊക്കെ കൊടുത്ത് വഴിതിരിച്ചു വിട്ട് നമുക്ക് സന്തോഷകരമായിട്ടുള്ള രീതിയിൽ അതിനെ അവതരിപ്പിക്കാമായിരുന്നു. അങ്ങനെ അവതരിപ്പിച്ചിരുന്നു എങ്കിൽ ഇന്ന് രാമായണത്തിന് ഇത്രയും പ്രസക്തി ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ കാലത്തും പ്രസക്തി ഉണ്ടാവുന്നത് എന്താണ്? അത് സത്യസന്ധതയാണ്, പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. മറ്റുള്ളതൊക്കെ ഒരു നിമിഷം കൊണ്ട് പൊലിഞ്ഞു പോകുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് വളർന്നു വരുന്ന തലമുറയ്ക്ക് രാമായണത്തിലെ ജീവിത രീതിയും അതിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായ രീതിയിലേക്ക് അതിനെ എങ്ങനെ സന്നിവേശിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളും കഥകളുമൊക്കെയാണ് നടക്കേണ്ടത്. ഹനുമാന്റെ ഭക്തിയെക്കുറിച്ചും രാമൻ്റെ ധർമ്മചിന്തയെക്കുറിച്ചും ധാർമ്മിക പ്രവൃത്തികളെയൊക്കെ കുറിച്ചും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ, രാവണനെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ, ലക്ഷ്മണനെക്കുറിച്ചും വിഭീഷണനെക്കുറിച്ചും ഭരതനെക്കുറിച്ചും ശത്രുഘ്നെക്കുറിച്ചും മന്ധരയെക്കുറിച്ചും അങ്ങനെ എന്തിനേറെ അതിലുള്ള ജടായുവെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴും അതിലൊളിഞ്ഞു കിടക്കുന്ന നമുക്ക് വേണ്ട ചില സത്തകൾ അത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കിയെടുക്കാനും സാധിക്കുമ്പോൾ മാത്രമാണ് ഈ പഞ്ഞമാസം എന്ന് പറയുന്ന ഈ കർക്കിടക മാസത്തിൽ ഇതുകൊണ്ട് രാമായണത്തിന് പ്രസക്തി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ പഞ്ഞമാസത്തിൽ, പ്രയാസമുള്ള ഈ മാസത്തിൽ തന്നെ ആ ധർമ്മചിന്തയുടെയും ഭക്തിചിന്തയുടെയും ആ ഒരു തരംഗം പ്രസരിപ്പിക്കുക എന്നുള്ളത് വളരെ വിശേഷം തന്നെയാണ്. കാരണം സുഖലോലുപതയിൽ കഴിയുന്ന നമുക്ക് ആ കാലത്ത് ഒരിക്കലും ഇത്തരം ധർമ്മചിന്തകളോ
ഭക്തി ചിന്തകളോ കടന്നു വരാൻ വളരെയധികം പ്രയാസമുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം പൂർവികരായിട്ടുള്ള ആചാര്യന്മാർ കർക്കിടക മാസത്തിൽ തന്നെ ഈ മഴയും കോളും കാറ്റും പേമാരിയും അങ്ങനെ പലതരം പ്രയാസങ്ങളും പരാധീനതകളും രോഗങ്ങളും അതുപോലെ തന്നെ പട്ടിണിയും ദാരിദ്ര്യവുമൊക്കെ ഉള്ള ഈ സമയത്ത് തന്നെ എന്തിന് രാമായണത്തെ അവതരിപ്പിച്ചു? അത് ഇതാണ്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമാണ് ധർമ്മചിന്തയും ഭക്തിചിന്തയും ഉണരുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു യഥാർത്ഥമാണ് കർക്കിടക മാസത്തിൽ തന്നെ രാമായണ പാരായണം കൊണ്ടുവയ്ക്കാനുള്ള കാരണമെന്ന് മനസ്സിലാക്കണം. ഭഗവത്ഗീതയിൽ തന്നെ നമുക്കറിയാം, 2 സൈന്യങ്ങളും യുദ്ധം ചെയ്യാൻ സന്നാഹം കൂട്ടിയിരിക്കുന്ന ആ വേളയിലാണ്, ആ പ്രതിസന്ധി ഘട്ടത്തിലാണ് അർജുനന് യഥാർത്ഥ ഉപദേശം ആവശ്യമായി വന്നത്. ഭഗവാന്റെ പിന്നാലെ ഒരുപാട് കാലം നടന്നിരുന്ന അർജുനന് ഇത്തരത്തിലൊരു ഉപദേശം ആവശ്യമായിരുന്നില്ല. അപ്പോൾ ഏറ്റവും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലായിരിക്കും മനുഷ്യന് ഉപദേശങ്ങളും ധർമ്മചിന്തകളും ധൈര്യവും ശൂരതയും ഭക്തിയും ആത്മീയതയുമൊക്കെ ഉണരാനുള്ള സാധ്യത എന്നുള്ളത് ഈ രാമായണ കാലത്ത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതുകൊണ്ട് സ്വതവേ തന്നെ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും രാമായണത്തിനോട് അനുകൂലിച്ചു വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ശാരീരികമായും മാനസികമായും കുടുംബപരമായും എല്ലാ തരത്തിലും പ്രതിസന്ധി നിൽക്കുന്ന ഈ ഒരു കർക്കിടക മാസത്തിൽ വളരെ അനുയോജ്യം തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ സത്തയിലേക്ക് നമുക്ക് കയറി ചെല്ലാനും പറഞ്ഞു കൊടുക്കാനും സാധിക്കട്ടെ എന്നുള്ളൊരു ആശംസ കൂടി ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എന്തായാലും രാമായണവും അതുമായി ബന്ധപ്പെട്ടുള്ള പല ചിന്തകളും നമുക്ക് വഴിയെ വീഡിയോയിലൂടെ നമുക്ക് പങ്കുവയ്ക്കാം. എല്ലാവരും കമൻറ്റ് ചെയ്യണം. എന്തായാലും ഈ ഒരു വീഡിയോ ഈ രാമായണ മാസം എല്ലാവരും ആചരിക്കണമെന്നും അതിന് ശാരീരികവും മാനസികവും കുടുംബപരവുമായിട്ട് നമ്മൾ തയ്യാറെടുപ്പ് നടത്തണമെന്നുള്ളതാണ്. സ്വയം തയ്യാറാവുക എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ചെയ്യാനുള്ളത്. 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ആ രാമായണത്തെ നമ്മൾ വളരെ ഭക്തിപൂർവം ശ്രദ്ധയോടുകൂടി നിത്യേന പാരായണം ചെയ്യുകയും അതിൽ നമുക്കറിയുന്ന കഥകളും ആഖ്യാനങ്ങളുമൊക്കെ നമ്മുടെ മക്കൾക്കും നമ്മുടെ മുന്നിലുള്ള നമ്മളെ ശ്രവിക്കുന്നവർക്കും പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ആ ഒരു ഭഗവാന്റെ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.